നമ്മളിപ്പം അടുത്ത ട്രിപ്പ് പോവാണ്. എവിടേക്കാണ് പോകുന്നത്? ഫ്രാൻസ്. യെസ്, അപ്പൊ നമ്മള് ഫ്രാൻസിൽ പാരീസിലേക്ക് പോവാണ്. എല്ലാരും റെഡിയായി. പക്ഷെ കണ്ണനും ചേച്ചിയില്ല. അവര് സ്വിറ്റ്സർലൻഡ്, ക്രൊയേഷ്യ ഒക്കെ കറങ്ങി ഇപ്പം കാനഡ എത്തി തിരിച്ച്. ഇപ്പം ഞങ്ങൾ 4 പേരുമാണ് പാരീസിലേക്ക് പോകുന്നത്. ദീപക്കുട്ടന് റെഡിയാണ്, ഞങ്ങളുടെ ഗൈഡാണ്. ഇതുവരെ കണ്ണനായിരുന്നു സ്വിറ്റ്സർലൻഡ് ഗൈഡ്. ഇപ്പോഴത്തെ വീണ്ടും ഗൈഡ് ദീപു എത്തിയിരിക്കുകയാണ്. അപ്പം പാരീസ് കാണാൻ റെഡിയാണോ അമ്മയച്ചനും? റെഡിയാണ്. മഴയുണ്ടോ? ദീപു എന്താ പറയാനുള്ളത്? ഫോർകാസ്റ്റ് വെതർ ഫോർകാസ്റ്റ് ക്ലൗഡി ആണല്ലേ? മഴ കാണും. ഇന്ന് രാവിലെ തൊട്ട് മഴയായിരുന്നു. ആയിരിക്കുമോ? ഒരു പിടിയില്ല. ഇല്ല, വെതർ ഫോർകാസ്റ്റ് പറയുന്നത് 2 ദിവസത്തേക്ക് മഴയില്ല എന്നാണ്. നമ്മൾ പോകുന്നതെന്നും വരുന്നതെന്നുമാണ് മഴ. രക്ഷപ്പെട്ടു. മഴ ഉണ്ടെങ്കിലും നമ്മൾ തകർക്കും. നനയത്തില്ല. അപ്പൊ എന്നൊരു കാര്യം ചെയ്തോ, അവിടെ ചെന്നിട്ട് വീട്ടിൽ ഇരുന്നോ. ഞങ്ങൾക്ക് പനി പിടിക്കും, നാട്ടിൽ പോകേണ്ടതാ. അമ്മ ഇപ്പൊ ഈ രാത്രിയിൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ വിയന്നയിലേക്ക് അവിടെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ 5:30 ആകുമ്പോഴേ ഉള്ള ഫ്ലൈറ്റിന് ഫ്രാൻസിലേക്ക്, ഫ്രാൻസിലെ പാരീസ് കാണുന്നതിന് വേണ്ടി. ഞങ്ങളുടെ പാരീസിലോട്ടുള്ള ഫ്ലൈറ്റ് വിയന്നയിൽ നിന്ന് രാവിലെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തൊട്ട് തലേ ദിവസം വിയന്നയിൽ സ്റ്റേ ചെയ്തു. അപ്പം ട്രെയിനാണ് വിയന്നയിലോട്ട് പോയത്. നമ്മൾ ഇവിടെ വിയന്ന താമസിച്ച ഹോട്ടലിൽ നിന്ന് രാവിലെ എത്ര മണിയായി? ഇപ്പം 3 മണിക്ക് വെക്കേറ്റ് ചെയ്ത് എയർപോർട്ടിലോട്ട് പോവാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ ടാക്സിയിൽ എയർപോർട്ടിൽ ചെന്ന് അവിടെ നിന്ന് ചെക്കിനും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. വിയന്നയുടെ സെൻറ്ററിലുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടെ നിന്ന് ഏകദേശം ഒരു 25-30 മിനിറ്റ്സ് ഉണ്ട് വിയന്ന എയർപോർട്ടിലോട്ട്. സോ നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ടെർമിനലിലോട്ട് കയറുവാണ്. ടെർമിനൽ 1-ലാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. ഞങ്ങൾ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുന്നിടത്തെത്തി. ഇനി സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇരിക്കാമെന്ന് ഓർക്കുവാണ്. പക്ഷേ ഇതുവരെ ഗേറ്റ് ഒന്നും ഡിസ്പ്ലേ ആയിട്ടില്ല. ഒരു 1.5 hours മുന്നേ എത്തത്തുള്ളൂ അല്ലേ ഗേറ്റിൻ്റെ ഇൻഫോർമേഷൻസ്. അതെ, അത്ര നേരം കൂടെ നമ്മളിവിടെ നിന്ന് വെയിറ്റ് ചെയ്യണം. തന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷേ ഗേറ്റ് ഇൻഫർമേഷൻസ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. 4:40 അവൈലബിൾ ആവത്തുള്ളൂ. നമ്മൾ പക്ഷേ ഏതെങ്കിലും ഒരു ഗേറ്റിൽ ഇപ്പം തൽക്കാലം പോയിരിക്കാം എന്നോർക്കുവാണ്. എല്ലാം കാലിയാണ്. ഇത്ര രാവിലെ ആയതുകൊണ്ട് ഒരു തിരക്കുമില്ല, ഒന്നുമില്ല. കടകൾ പോലും തുറന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാം റെസ്റ്റോറൻറ്റ്സും അതേപോലെ ഇവിടുത്തെ ഷോപ്സും എല്ലാം രാവിലെ തുറന്നു വരുന്നതേ ഉള്ളൂ. നമ്മളിരുന്ന ഗേറ്റ് തന്നെയായിരുന്നു കറക്റ്റ് ഗേറ്റ്. നമ്മളിപ്പം ഇവിടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബോർഡിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. അച്ഛനും അമ്മയും പ്രയോറിറ്റി ക്യൂ ആയതുകൊണ്ട് അവർ നേരത്തെ കയറി. ഞാനും ദീപും നോൺ പ്രയോറിറ്റി ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴാണ് കയറുന്നത്. പ്രയോറിറ്റി ക്യൂവിലെത്തിയ 2 പേര് ദേ നിൽക്കുന്നു ഞങ്ങളെ നോക്കി. വെറുതെ ആയിരുന്നല്ലോ അപ്പം പ്രയോറിറ്റി എടുത്തു വന്നത്. പ്രയോറിറ്റി വേണ്ടായിരുന്നു. ഫൈനലി നമ്മൾ പാരീസിലെത്തി.
വിയന്ന ടു പാരീസ് അറൗണ്ട് 2 hour ഫ്ലൈറ്റ് ജേർണി ഉണ്ട്. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ പാരീസിൽ. ഭയങ്കര കാറ്റല്ലേ? തലമുടിയൊക്കെ സ്പൈക്ക് വെച്ചതുപോലെ ആയല്ലോ കാറ്റ്. പാരീസിലെ ബ്യൂവേഴ്സ് എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയത്. എയർപോർട്ടിൽ നിന്ന് സിറ്റി സെൻറ്ററിലോട്ട് ഏകദേശം ഒരു 2 hours ബസ് ജേർണി ഉണ്ട്. സോ ബസ് ടിക്കറ്റ് നമുക്ക് എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് തന്നെ എടുക്കാം. അമ്മ ഫ്ലൈറ്റ് ആയിരുന്നു ഉറങ്ങിയോ? അമ്മ അച്ഛനും ഉറങ്ങിയോ? എയർപോർട്ടിൽ നമ്മൾക്ക് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലോട്ട് ഇനി ഒരു ബസ് കയറണം. അതിനു വേണ്ടിയിട്ടുള്ള ബസ് ടിക്കറ്റ് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എയർപോർട്ടിനകത്ത് തന്നെ നമുക്ക് ബസ് ടിക്കറ്റ് ഓൺലൈൻ വഴി എടുക്കാം. പക്ഷേ അവിടുത്തെ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. നമ്മളിപ്പം വേറൊരു കൗണ്ടറിലേക്ക് വന്നേക്കുവാണ് ഇവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ 4 ടിക്കറ്റ് എടുത്തു. 1 way ആണ് എടുത്തേക്കുന്നത്. ഒരു ടിക്കറ്റിന് 18 euro ആണ് ആയേക്കുന്നത്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ക്യൂ നിൽക്കുവാണ്. ദാ ഈ കാണുന്ന വലിയ ക്യൂ എയർപോർട്ട് ബസ്സിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. നമ്മൾ ഈ ബസ്സിൽ ചെന്നിട്ട് പാരീസിലാണ് എത്തുന്നത്. അവിടെ നിന്ന് വീണ്ടും നമ്മൾക്ക് മെട്രോ കയറണം നമ്മുടെ ഹോട്ടലിലേക്ക് എത്താൻ. ഇത് ഔട്ടറാണ്, അതായത് പാരീസിൻ്റെ കുറച്ച് ഔട്ടർ സൈഡിലാണ് ഈ എയർപോർട്ട്. ഇവിടുന്ന് നമ്മൾക്ക് പാരീസിൻ്റെ ബോർഡറിൽ വരെ എത്തണമെങ്കിലാണ് ഈ എയർപോർട്ട് ബസ് പോകേണ്ടത്. അപ്പോൾ ഈ കാറ്റടിച്ച് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഭയങ്കര കാറ്റ്. ഞങ്ങൾ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അമ്മയൊക്കെ കണ്ടോ? അമ്മ കാണിച്ച് അച്ഛനെ കാണിച്ചു തരാം. പുസ്തകത്തിൽ കവർ ചെയ്ത് നിൽക്കുകയാണ് കാറ്റടിച്ചിട്ട്. പോർട്ടെ മൈലോട്ട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മൾക്ക് ബസ് ഇറങ്ങേണ്ട സ്ഥലത്തിൻ്റെ പേര്. അമ്മ തണുത്ത് മരച്ച് നിൽക്കുക. ഇതിന്റെ പകുതി തണുപ്പില്ല ഗ്രാസില് നിങ്ങളുടെ അവിടെ ഇല്ല. അച്ഛൻ രാവിലെ നടക്കാൻ പോകുമ്പോ ഇത്ര തണുപ്പില്ലേ അവിടെ? ഇല്ലേ? ഇതൊരു കാറ്റും കൂടി ഇല്ലേ? രക്ഷയില്ല. തിരിച്ചു പോയാലോ? രാവിലെ മുട്ടയിന്ന് നോക്കാം. അപ്പൊ ഇതാണ് ബസ്. ആ ഒരു ബസ് രണ്ടും കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത ബസ് വന്നതാണ്. ഇവിടെ ഒരുപാട് എയറോ ബസ്സുകളുണ്ട്. നമ്മളിവിടെ കയറാൻ പോവാണ്. മെട്രോ കയറാൻ വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് മെട്രോ കയറിയിട്ട് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. നമ്മൾ ബുക്ക് ചെയ്ത അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ വലിയ തണുപ്പില്ല. അവിടെ കാറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു ഭയങ്കര തണുപ്പ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് മൈലോട്ട്, പോർട്ടെ മൈലോട്ട്. ആൻഡ് അവിടെയാണ് നമുക്ക് മെട്രോ കാണാൻ പറ്റുന്നത്. മെട്രോ ടിക്കറ്റ്സ് നമുക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് എടുക്കാം. അവിടെ ഒരു കൗണ്ടറും ഉണ്ട്, അതേപോലെ ടിക്കറ്റ് മെഷീനും ഉണ്ട്. ഞങ്ങൾ പാരീസിൽ ചെന്ന് അന്നൊരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ മെഷീനും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. സോ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ കുറേ നോക്കി, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഫൈനലി ഞങ്ങളൊരു ക്യാബ് ബുക്ക് ചെയ്ത് താമസിക്കുന്ന സ്ഥലത്തെത്തി. അവിടുന്ന് വീണ്ടും ഒരു 10 minutes വോക്ക് ഉണ്ടായിരുന്നു ഹോട്ടലിൻ്റെ അങ്ങോട്ടേക്ക്.
ഞങ്ങളൊരു അപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ബുക്ക് ചെയ്തത്. ഈ കാണുന്നത് അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തെ കിച്ചൺ പ്ലസ് ലിവിങ് ഏരിയ ആണ്. കൊള്ളാം, നല്ല അപ്പാർട്ട്മെന്റ് ആണ്. കിടന്നുറങ്ങല്ലേ? മഴ ആയതുകൊണ്ട് അമ്മയ്ക്ക് അച്ഛനൊന്നും വെളിയിലോട്ടേ ഇറങ്ങണ്ട. ഈ കാണുന്നതാണ് ഒരു ബെഡ്റൂം. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. യാത്രയുടെ ക്ഷീണവും അതേപോലെ ക്ലൈമറ്റും അത്ര നല്ലതല്ലായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു, വിൻഡിയായിരുന്നു. സോ ഞങ്ങളൊരു പവർ നാപ്പൊക്കെ എടുത്തിട്ട് പതിയെയാണ് സിറ്റി സെൻറ്ററിലോട്ട് പോയത്. സോ അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. സ്റ്റേ ട്യൂൺ. അൺടിൽ ദെൻ ബൈ ബൈ.